തലസ്ഥാന നഗരിയിൽ വിശ്വസംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നാരദ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പ്രഥമ വി കൃഷ്ണശർമ്മ സ്മാരക മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ ജി പ്രസാദ് കുമാറിന് സമ്മാനിച്ചു. വിശ്വസംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാരദ ജയന്തി ആഘോഷം ചരിത്രത്തിന്റെ പുതിയ ദിശാബോധം തെളിക്കൽ കൂടിയായിരുന്നു. ആഘോഷം ചരിത്രകാരൻ ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ ഉദ്ഘാടനം ചെയ്തു. നാരദൻ വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്, ഉൾഭയമാണ്. നാരദൻ വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് കൃത്രിമമാണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയമുള്ള ആളായിരുന്നു നാരദൻ എന്ന് പറയുന്നു. അപ്പം ദക്ഷനായാലും മഹാദേവനായാലും ഭഗവാൻ കൃഷ്ണനായാലും ഇങ്ങനെയൊക്കെയുള്ള നാരദനെയാണ് പിടിച്ചിരുത്തിയത്. നാരദൻ്റെ അഹങ്കാരത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ നിലനിർത്താതെ തച്ചുടച്ച് നാരദനെ കാണിച്ചു കൊടുത്തു. എടോ, താൻ ഈ വിദ്യ ഇറക്കിയാൽ തൻ്റെ അനുഭവം ദുരവസ്ഥ തന്നെയാവും എന്ന് കാണിച്ചു കൊടുക്കുന്നതും കൊണ്ട് എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ വി കൃഷ്ണശർമ്മ സ്മാരക മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ ജി പ്രസാദ് കുമാറിന് സമ്മാനിച്ചു. RSS തിരുവനന്തപുരം മഹാനഗർ സംഘചാലക് പി ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി വി മഹേഷ് നാരദ ജയന്തി സന്ദേശം നൽകി. മാധ്യമപ്രവർത്തകരായ പി ശ്രീകുമാർ, KP കൈലാസ്നാഥ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.